ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ സെഷൻ. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നൊരു ടോപ്പിക്കാണ്, കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഡിസ്കൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. CMA പാർട്ട് 2-ൻ്റെ അകത്ത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടോപ്പിക്കിനെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു ഡിസ്കൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്ന് ഈ ഒരു വർഷം 2026 ഈ ഒരു വർഷം 2026. ഇന്ന് നിങ്ങളുടെ കൈമൽ ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 രൂപ നിങ്ങളൊരു 10% റിട്ടേൺസ് തരുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ 100 രൂപ നിങ്ങളൊരു 10% റിട്ടേൺസ് തരുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെയാണെങ്കിൽ 2027 ആവുമ്പോൾ, അതായത് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും? ഇന്ന് നിങ്ങളൊരു 100 രൂപ ഒരു 10% ഇൻട്രസ്റ്റ് തരുന്ന ഒരു ഫണ്ടിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2027 ആവുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും? അതെ, 110 രൂപ അല്ലേ? 110 രൂപയായിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത 100 രൂപ ഒരു വർഷം കഴിയുമ്പോൾ 110 ആവുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്? നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്തത് 100 രൂപയാണ്. അഥവാ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇതെപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എപ്പോഴും 100% ആയിരിക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ടൊരു 10% കൂടി കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായി? 110%. നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 110%. ഡെസിമൽസിലേക്ക് ആക്കി നോക്കാം നമുക്ക്. 100% എന്ന് പറഞ്ഞാൽ എന്താണ്? 100%. അതായത് പെർ സെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെന്റ് എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അതിൻ്റെ അർത്ഥം. പെർ സെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 എന്നാണ് അതിൻ്റെ അർത്ഥം. 100 divided by 100, that is 1. ഓക്കെ, 100% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസിമലിലേക്ക് ആക്കുമ്പോൾ 1 എന്നാണ് അതിൽ വരിക. 10% ഡെസിമലിലേക്ക് ആക്കുമ്പോൾ 10 divided by 100, that is 0.1. = 1.1 എന്ന് കിട്ടും. നമ്മൾക്ക് = 1.1 കിട്ടും. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് 110% എന്ന് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ 1.1 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 110 കിട്ടിയത്? 100 into 110%, അല്ലെങ്കിൽ 100 into 1.1. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാൽക്കുലേറ്റർ എടുക്കുക, 100 into 110% ചെയ്താൽ എത്ര കിട്ടും? 110 എന്ന് കിട്ടും. അല്ലെങ്കിൽ 100 into 1.1 എന്ന് ചെയ്താൽ എന്ത് കിട്ടും? 110 എന്ന് കിട്ടും. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 2028 ആവുമ്പോൾ എത്രയായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്? എന്ത് ചെയ്യുക? ഈ 110ൻ്റെ കൂടെ ഇൻറ്റു ഒരു 1.1 കൂടി ചെയ്യാം. 110 into 1.1, that is 121. 2028 ആവുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 121 ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 2029 ആവുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിട്ടുണ്ടാവും? 2029 ആവുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിട്ടുണ്ടാവും? 121 into 1.1, that is 133.1. 133.1. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ ആദ്യത്തെ വർഷത്തിൽ 10 രൂപയായിരുന്നു ഇൻക്രീസ് ചെയ്യുന്നത്. ആദ്യത്തെ വർഷത്തിൽ 100 ഉള്ളത് 110 ആയി. രണ്ടാമത്തെ വർഷത്തിൽ 110 121 ആയി. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 11 രൂപയാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ വർഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ 12.1 രൂപ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് ഓരോ വർഷവും അവിടെ ഇൻക്രീസ് ആവുന്നത്, ഓരോ വർഷവും നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ആവുന്നത് ഡിഫറെൻറ്റ് നമ്പേഴ്സിലാണ്, കൂടുതൽ നമ്പേഴ്സിലാണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താ? കാരണം ഓരോ വർഷവും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറുന്നുണ്ട്. ആദ്യത്തെ വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 100 രൂപയാണെങ്കിൽ 100 രൂപയുടെ 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വർഷം, അതായത് നിങ്ങളുടെ ഫസ്റ്റ്
ഇയർ 0-ൽ നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 100 രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ 10% കൂടി, അതായത് 10 രൂപ കൂടി. ഓക്കെ, ഫസ്റ്റ് ഇയറിലേക്ക് അതായത് 2027 ആവുമ്പോൾ ആ 110 രൂപയുടെ 10%മാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. 110 രൂപയുടെ 10%മാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ വർഷത്തിലേക്ക് നോക്കുമ്പോൾ 121 രൂപയുടെ എന്താണ് 10%മാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും ഇവിടെ റിട്ടേൺസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വർഷം തോറും ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ടേയിരിക്കും, അതായത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയാം. ആൽബർട്ട് ഐൻസ്റ്റീന് ലോകത്തിലെ എട്ടാമത്തെ വണ്ടറായിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് കോമ്പൗണ്ടിങ്ങിനെയാണ്. അതായത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കോമ്പൗണ്ടിങ്. മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ എന്താണെന്നല്ലേ. അതായത് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വർഷം തോറും എന്തായിക്കൊണ്ടിരിക്കും, ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ എഴുതിയതിനെ ഞാനൊന്ന് മാറ്റി താഴോട്ട് എഴുതാൻ വേണ്ടി പോവാണ്. ഞാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 100 ഇൻറ്റു 1.1 ആദ്യത്തെ വർഷം കേട്ടോ, അതായത് 2027 എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഇൻറ്റു 1.1 3 തവണ ഞാൻ എന്ത് ചെയ്തു, 1.1 മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 131 കിട്ടും മൂന്നാമത്തെ വർഷത്തിൻ്റെ. അതായത് 2029 എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് കിട്ടുമോ? 100 ഇൻറ്റു 1.1 ചെയ്താൽ എനിക്ക് 133.1 എന്ന് കിട്ടുമോ? ചെയ്തു നോക്കാം. 100 ഇൻറ്റു 1.1 is equal to 133.1 എന്ന് എനിക്ക് കിട്ടും. അതായത് ഓരോ വർഷവും 10% ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 100 ഇൻറ്റു 1.1 ചെയ്യുമ്പോൾ എനിക്ക് 133.1 എന്ന് കിട്ടും. 133.1 എന്ന് കിട്ടി അല്ലേ. ഈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ പ്രസൻറ്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ. ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് എന്ത് 100 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻറ്റു ഈ 1.1 എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റില്ലേ? ഈ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് അത് 100% ആണ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലസ് ഈ 1.1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? റേറ്റ് ആണ്, 10%. എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ് എന്ത് ഈ 0.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ 1 + R എന്ന് എഴുതിക്കൂടെ? 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ്, പ്ലസ് എത്രയാണോ എനിക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടുന്ന റേറ്റ് അതിനെ ഞാൻ 6 എന്ന് എഴുതി അല്ലേ. അതല്ലേ ഇവിടെ എഴുതിയത്. 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 100-നെയാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. പ്ലസ് 0.1 ഇവിടെ 10% ആയതുകൊണ്ട് ഞാൻ 0.1 എന്ന് എഴുതി. 20% ആണ് റിട്ടേൺ എങ്കിൽ ഞാൻ അവിടെ 0.2 എന്ന് എഴുതുമായിരുന്നു. 30% ആണ് റിട്ടേൺ എങ്കിൽ ഞാൻ അവിടെ 0.3 എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 0.1 എന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? റേറ്റിനാണ്. എനിക്ക് എത്ര ശതമാനമാണ് റിട്ടേൺസ് കിട്ടുന്നതെന്നുള്ള റേറ്റിനാണ്. സോ ഞാനിവിടെ എന്ത് എഴുതി? 1 + R എന്ന് എഴുതി. ഓക്കെ, സോ ഇൻറ്റു 1 + R ഓക്കെ ഇസ് ഈക്വൽ ടു 133.1. അതായത് 3 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന റിട്ടേൺ അതാണ് 133.1 അല്ലേ. 100 രൂപ 10% റിട്ടേൺസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാവും? 133.1. അതായത് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 133.1. അതായത് എൻ്റെ ഫ്യൂച്ചറിലുള്ള വാല്യൂ, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചറിലുള്ള വാല്യൂ ആണ് എന്ത്? 133.1. ഇപ്പം ഞാൻ താഴെ എഴുതിയ നോക്ക്, പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + R ഇൻറ്റു 1 + R ഇസ് ഈക്വൽ ടു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചറിലുള്ള വാല്യൂ കിട്ടും എനിക്ക് അല്ലേ. ക്ലിയർ ആണോ? ഇനി ഇതിനെയും എനിക്ക് ചെറുതാക്കിക്കൂടെ? 1 + R ഇൻറ്റു 1 + R ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? PV ഇൻറ്റു 1 + R റേസ് ടു 3 എന്ന് എഴുതിക്കൂടെ?
അല്ലേ? 1+r ഇൻറ്റു 1+r ഇൻറ്റു 1+r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1+r റേസ് ടു 3 എന്ന് എഴുതിക്കൂടെ? ഇസ് ഈക്വൽ ടു മൈ ഫ്യൂച്ചർ വാല്യൂ. മൈ ഫ്യൂച്ചർ വാല്യൂ അല്ലേ? മൈ ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, സോ പ്രസന്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂവിനെ നമ്മൾ ഫ്യൂച്ചറിലുള്ള വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ടിങ് എന്ന് പറയുക. കോമ്പൗണ്ടിങ് എന്ന് പറയാം. അതായത് നമ്മളുടെ ഇൻട്രസ്റ്റ് അവിടെ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുക. ഇതിനെ നേരെ റിവേഴ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. അതായത് ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? പ്രസന്റിലുള്ളതിനെ ഫ്യൂച്ചറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക ചെയ്തത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ടിങ് എന്ന് പറയുക. ഇതേപോലെ ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുക? ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പാർട്ട് 2 സെക്ഷൻ ഇൻ്റെ അകത്ത് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാവും എന്താണ്? നമുക്ക് ഫ്യൂച്ചറിലുള്ള പ്രൊജക്ഷൻ നമുക്ക് തരും. അതുപയോഗിച്ചിട്ട് അതിൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾക്ക് ഉണ്ടാവുക. ഫ്യൂച്ചർ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. അതുപയോഗിച്ചിട്ട് പ്രസന്റിലുള്ള അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടാവുക. സോ പ്രസന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതേ ഇക്വേഷൻ ആണ് PV ഇൻറ്റു 1+r റേസ് ടു 3. റേസ് ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 3 വർഷം. 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം. അവിടെ 4 ആയിട്ടുണ്ടെങ്കിലോ 4 വർഷം. 5 ആണെങ്കിലോ 5 വർഷം. അപ്പം ഞാൻ ആ റേസ് ടു 3 മാറ്റിയിട്ട് അവിടെ അതിന് പകരം n എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എത്രയാണോ ക്വസ്റ്റ്യനിൽ ഇയേഴ്സ് പറയുന്നത് ആ ഇയേഴ്സ് അവിടെ ഇടാൻ വേണ്ടി പറ്റും. ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, ഞാൻ ഈ പ്രസന്റ് വാല്യൂവിനെ ഇവിടെ തന്നെ വെച്ചു. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ ഈ 1+r⁴n ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെ അത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതെന്താവും? ഡിവിഷൻ ആവും. 1+r⁴n ഇവിടേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁴n. നിങ്ങൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിലും NPV മെത്തേഡിലൊക്കെ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരിലും ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയില്ല. ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ആയതെന്ന് അറിയില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തത്? ഈ ഇക്വേഷനിലേക്ക് എത്തിയത്. ഈ ഇക്വേഷൻ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁴n. പക്ഷേ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് ഡിസ്കൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു പോവായിരുന്നു. എനിക്ക് വെറും ഡിസ്കൗണ്ടിങ് ആൻഡ് കോമ്പൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞു പോയായിരുന്നു. പക്ഷേ ഈ ഇക്വേഷൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ ഏത് കാര്യം പഠിക്കുമ്പോഴും അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ ബാക്കിലെ കൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞ് പഠിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻടേക്ക് എന്താണ്? എന്താണ് ഡിസ്കൗണ്ടിങ്, എന്താണ് കോമ്പൗണ്ടിങ്. ഓക്കെ, കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രസന്റിൽ വാല്യൂ ഉള്ള, അതായത് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഭാവിയിൽ അതിൻ്റെ റിട്ടേൺസ് കിട്ടി അത് മൾട്ടിപ്ലൈ ആയി അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് എഴുതുന്നതാണ് എന്ത്? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഭാവിയിൽ നമ്മൾക്ക് എത്ര റിട്ടേൺ തരും, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്, പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് വാല്യൂ ടു ഫ്യൂച്ചർ വാല്യൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസ്കൗണ്ടിങ്. ആൻഡ് ഇതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ CMA യൂസറിന്റെ പാർട്ട് 2 സെക്ഷൻ ഇതിനകത്ത് പഠിക്കാനായിട്ട് ഉണ്ടാവുക. അതായത് ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക്, അതായത് ഒരു 2028 100 രൂപയ്ക്ക് ഇന്ന് 2026 എത്ര വാല്യൂ ഉണ്ടാവും, 2030 ഉള്ള ഒരു 30,000 ഇന്ന് 2026 എത്ര വാല്യൂ ഉണ്ടാവും. അതായത് ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ഓക്കെ, എങ്ങനെയാണത് കാണുക? എങ്ങനെയാണ് പ്രസന്റ് വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചർ ഇത് കാണുക? കോമ്പൗണ്ടിങ് എങ്ങനെ കാണുക? പ്രസന്റ് വാല്യൂ ഇൻടു 1+r⁴n ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ. ഇതാണ് കോമ്പൗണ്ടിങ് ഇക്വേഷൻ. കോമ്പൗണ്ടിങ് എങ്ങനെയാണ് നമ്മൾ കാണുക? അതായത് പ്രസന്റ് വാല്യൂവിനെ
പ്രസൻറ്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഇതേ ഇക്വേഷൻ ഒന്ന് മാറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഡിസ്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷനും കിട്ടും. ഓക്കെ, അതായത് ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. പി വിനെ ഞാൻ അവിടെ തന്നെ വെച്ചു, എഫ് ബി അവിടെ ഉണ്ട്. ഈ ഒരു 1+r⁴n ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ആവും 1+r⁴n. അപ്പോൾ ഇതാണ് ഡിസ്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡിസ്കൗണ്ടഡ് എമൗണ്ട് കിട്ടുക, നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഭാവിയിൽ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ, ഫ്യൂച്ചറിലുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁴n. ഇങ്ങനെയാണ് നിങ്ങൾ ഡിസ്കൗണ്ടഡ് എമൗണ്ട് കണ്ടുപിടിക്കുക. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്യൂച്ചറിലുള്ള വാല്യൂവിനെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് CMA പെർസ്പെക്റ്റീവിൽ മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ഡെയിലി ലൈഫ് ഫൈനാൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ലൈക്ക് മ്യൂച്വൽ ഫണ്ട്സിലും ബാക്കിയുള്ള ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റാണ് കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ്. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.